ലക്ഷ്മി, എന്താ പറയാനുള്ളത്? അത് അഭിറാം, ഇപ്പം രാഹുൽ നിങ്ങളുടെ കയ്യിലാണെന്നൊഴിച്ച ഒരു ദേഷ്യവും എനിക്ക് നിങ്ങളോടില്ല. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളിലെ നല്ലൊരു മനുഷ്യനെ, അഭിറാം എന്നൊരു നല്ലൊരു മകനെ, നല്ലൊരു സഹോദരനെ, നല്ലൊരു കൂട്ടുകാരനെ, അതിലെല്ലാം ഉപരി എന്നെ സ്നേഹിക്കുന്ന മനസ്സിനെ. എനിക്കറിയാം, സ്വന്തം മകൻ്റെ ചോര പറ്റിയ ഈ താലിച്ചരടി വിരലുകൾ ഓടിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സ് ഒത്തിരി പൊള്ളിപ്പിടഞ്ഞിട്ടുണ്ടാവുമെന്ന്. പക്ഷേ എന്നോടുള്ള ദേഷ്യത്തിന് പകരം ഞാൻ ആ കണ്ണിൽ കണ്ടത് ഇനിയെങ്കിലും എൻ്റെ മകനെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന ദയനീയതയാണ്. ശരിയാണ് അഭിറാം, വെറും നിസ്സാരമായി തീരേണ്ട ഒരു കാര്യം ഈ കല്യാണം വരെ കൊണ്ടെത്തിച്ചത് എൻ്റെ എടുത്തുചാട്ടമാണ്. അഭിറാം എന്ന് പറഞ്ഞത് ഞാൻ നിന്ന് കേട്ടിരുന്നുവെങ്കിൽ ഈ ഒരവസ്ഥ നമുക്ക് 3 പേർക്കും ഉണ്ടാവില്ലായിരുന്നു. ലക്ഷ്മി, നിന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ്. ഞാൻ ടെക്സ്റ്റൈൽസിൽ വരുന്നത് കുറവായിരുന്നു. ഒരിക്കൽ കയറി വന്നപ്പോൾ കണ്ടത് വെഡ്ഡിങ് സെക്ഷനിൽ നിൽക്കുന്ന നിന്നെയാണ്. ഏതോ കസ്റ്റമർ എടുത്ത് സാരി വെച്ച് നോക്കുന്ന നിന്നെ പിന്നെ പലപ്പോഴും ശ്രദ്ധിച്ചു. ഒരിക്കൽ ആ ഇഷ്ടം തുറന്ന് പറയാനും തീരുമാനിച്ചു. പക്ഷേ നീ കർക്കശക്കാരനായ ഒരച്ഛനായിരുന്നുവെങ്കിലും ഡാഡി എന്നെയും മാമിയെയും തള്ളിയിട്ടില്ല. അമ്മ പിന്നെ വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ല. അപ്പോൾ എന്നെ ആദ്യമായി തള്ളിയ നിന്നോട് എനിക്ക് വാശി തോന്നി. അത് സത്യമാണ്. അതിലുപരി നീ പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ വിളിച്ച കൂടെ കിടക്കാൻ വരുന്ന ഒത്തിരി പെണ്ണുങ്ങൾ കാണുമെന്ന്. ഈ നിമിഷം വരെ അഭിറാം ആ ഒരാവശ്യത്തിന് ഒരു പെണ്ണിനെയും സമീപിച്ചിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ ലക്ഷ്മി, ഒരാണ് പെണ്ണിൽ നിന്ന് ഇത് മാത്രമാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ നീ കരുതി വച്ചിരിക്കുന്നത്? പിന്നെന്താണ് അഭിറാം നിങ്ങൾ ആണുങ്ങൾ പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുക? ഒരു 7 വയസ്സുള്ളൊരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന എന്ത് വികാരമാണ് നിങ്ങളിലെ പുരുഷന് തോന്നുക? വാത്സല്യമാണോ അതോ കാമമാണോ? നീ എന്തൊക്കെയാണ് ലക്ഷ്മി ഈ ചോദിക്കുന്നത്? അതേ അഭിറാം, ആ 7 വയസ്സുകാരിയെ അടുത്ത് ചേർത്തിരുത്തിയപ്പോൾ, അവളുടെ നീണ്ട മുടി വർണ്ണിച്ചപ്പോൾ, കണ്ണുകൾ വർണ്ണിച്ചപ്പോൾ എന്ത് സുഖമാവും ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ടാവുക? ഏത് പെൺകുട്ടി, ഏത് മനുഷ്യൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെൺകുട്ടി ഞാനാണ്, ആ മനുഷ്യൻ ചെറിയമ്മയുടെ ആങ്ങളെയും. ഒരു ഞെട്ടലോടെ അഭിലക്ഷ്മിയെ നോക്കി. അതേ അഭിറാം, അമ്മ മരിച്ച ശേഷം ചെറിയമ്മ വീട്ടിൽ വന്നപ്പോൾ ഒപ്പം അവരുടെ അനിയനും ഉണ്ടായിരുന്നു. 26 വയസ്സ് കാണും. എന്നെ കാണുമ്പോൾ അയാൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. എപ്പോൾ കണ്ടാലും ചേർത്തു നിർത്തും. മുടി, കണ്ണ്, ചുണ്ട്, മൂക്ക്, എന്തിനേറെ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിനെ വരെ ആ മനുഷ്യൻ വിവരിക്കും. ആദ്യം സന്തോഷം തോന്നി. പിന്നീട് ഒരു തവണ അച്ഛൻ ചെറിയമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുന്ന ഞാൻ നേരിൽ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഞാനെന്ന പെൺകുട്ടിക്ക് ഒരു പുതിയ തിരിച്ചറിവായിരുന്നു. എന്താ അവർ പറഞ്ഞത്? പരലക്ഷ്മി. സങ്കടത്തോടെ അഭി അവളോട് ചോദിച്ചു. കഥകടക്ക് ആരെങ്കിലും കണ്ടുവരില്ലേ എന്ന്. അന്നാണ് അഭിറാം എനിക്ക് മനസ്സിലായത് ഉമ്മ കൊടുക്കുന്നത് നല്ലൊരു കാര്യമല്ലെന്ന്. പിന്നീട് ഒരു തവണ അയാൾ വന്നപ്പോൾ എന്നെ വിളിച്ചു. പക്ഷേ എന്തോ എനിക്ക് ആ നിമിഷം തിരിഞ്ഞോടാനാണ് തോന്നിയത്. അച്ഛൻ്റെ പുറകിൽ മറഞ്ഞു നിന്ന് എന്നെ നിർബന്ധിച്ചു വിളിച്ച അയാൾ അടുത്തിരുത്തി ചേർത്ത് പിടിച്ചു. പക്ഷേ ആ നിമിഷം ഞാൻ അനുഭവിച്ച ഒരവസ്ഥയുണ്ടല്ലോ അഭിറാം, ദേഹത്ത് കൂടെ പുഴുവരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അയാളിപ്പോൾ തികട്ടി വന്ന ദേഷ്യം കടിച്ചു പിടിച്ച് അഭി ചോദിച്ചു. ഞാനെന്ന കൊച്ചുകുട്ടിയെ എന്തൊക്കെയോ ചെയ്യണമെന്ന് അയാൾക്കുണ്ടായിരുന്നു. അതിനവസരം കിട്ടിയില്ല. പിന്നെ എൻ്റെ ഭാഗ്യം കൊണ്ട് പുള്ളി തിരിച്ചു വന്നില്ല. ആക്സിഡൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ തീരുമായിരുന്നു ഞാനെന്ന പെണ്ണിൻ്റെ ജീവിതം. പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും എന്നെ വർണ്ണിക്കുന്ന ഓരോ ആണിലും ഞാൻ കണ്ടിരുന്നത് ആ മുഖമാണ്. നീണ്ടു വളർന്നിറങ്ങുന്ന എൻ്റെ മുടിയോട് എനിക്ക് ദേഷ്യമായിരുന്നു. എത്രയോ തവണ സ്വയം വെട്ടിക്കളഞ്ഞു എന്നറിയുമോ? പക്ഷേ എന്നെ തോൽപ്പിച്ചു. അത് വീണ്ടും വളർന്നിറങ്ങും. ഓരോ രാത്രിയും പഠിച്ച പാഠം ജീവനല്ല മാനമാണ് വലുത് എന്നതായിരുന്നു. പിന്നീട് എന്നോടാര് ഇഷ്ടം പറഞ്ഞു വന്നാലും ഞാൻ അറിയാതെ അവരെ തല്ലിപ്പോകും. ആ എൻ്റെ അടുത്ത് ചാട്ടം കൊണ്ട് മാത്രമാണ് രാഹുലിന് അവൻ്റെ പെങ്ങളെ. നിറഞ്ഞു വന്ന കണ്ണുകൾ ലക്ഷ്മി തുടച്ചു. എന്താ പറ്റിയത് രാഹുലിൻ്റെ പെങ്ങൾക്ക്? ആകാംക്ഷയോട് അഭി ചോദിച്ചു. രാഹുലും രാഗിയും ഇരട്ടകളായിരുന്നു. ഞങ്ങൾ നല്ല കൂട്ടുകാരും. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വന്ന എന്നെ ഞങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് പേര് കമൻ്റ് അടിച്ചു. കേൾക്കാത്ത പോലെ പോയതാ. പക്ഷേ അതിലൊരുത്തൻ എൻ്റെ പിന്നിട്ട മുടിയിൽ പിടിച്ചു വലിച്ചു. ഞാൻ തിരിഞ്ഞു നിന്നൊരടിയും കൊടുത്തു. സ്കൂൾ വിട്ട സമയമായിരുന്നു. എല്ലാവരും അവന് ചുറ്റും കൂടി. അവന് വാശി എന്നോടായിരുന്നു.
പിന്നെ കുറച്ചുനാൾ ശല്യമൊന്നും ഉണ്ടായില്ല. ഒരു കലോത്സവ ദിവസം ഉച്ചയോടെ നിത്യ വീണോ എന്ന് പറഞ്ഞ് അവളുടെ ക്ലാസ് ടീച്ചർ വന്ന് വിളിച്ചു. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ സ്കൂൾ മുറ്റത്ത് ഒരാൾക്കൂട്ടം. ചെന്നപ്പോൾ കണ്ടത് ചോരയിൽ മുങ്ങി കുളിച്ച് കിടക്കുന്ന രാഗിയെയാണ്. അവളെ മടിയിൽ വെച്ച് രാഹുൽ കരയുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. പോലീസ് പിടിച്ചപ്പോൾ അവർ പറഞ്ഞത് അവളോടല്ല എന്നോടായിരുന്നു വിരോധമെന്നാണ്. അഭിറാമിന് അറിയുമോ? പിന്നീട് ഒരു തരം വല്ലാത്ത അവസ്ഥയിലായിരുന്നു രാഹുൽ. പെട്ടെന്നൊരു ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ലക്ഷ്മി, ഞാൻ നിന്നെ പ്രണയിക്കുന്നു, നിന്റെ കൂടെ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹമെന്ന്. എന്തോ മനസ്സുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു എങ്കിൽ കൂടി എനിക്ക് നിഷേധിക്കാൻ തോന്നിയില്ല. ഒരു തരത്തിൽ ഞാൻ അറിയാതെയാണെങ്കിലും എനിക്ക് വേണ്ടിയല്ലേ രാഗി. ഒരു പ്രത്യേകതരം പ്രണയമാണ് അവൻ്റെ. ചിലപ്പോൾ തോന്നൊരു സ്നേഹവുമില്ല എന്ന്, ചോദിച്ചു പോയ പിണക്കവും. ഇന്നവരെ മറ്റുള്ളവർക്ക് തോന്നുന്ന പോലെ എൻ്റെ മുടിയോ ശരീരമോ ഒന്നും നല്ലതാണ് എന്നവൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മുഖത്ത് പോലും നോക്കാറില്ല. ആ അമ്മ പിന്നെ എന്നോട് മിണ്ടാറില്ല. അതുകൊണ്ട് തന്നെ രാഹുലിന് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നില്ല, അവൻ്റെ അമ്മ സമ്മതിക്കാതെ. അഭിറാം, പ്ലീസ്, രാഹുലിനെ വിടണം. ഇനി ഞാൻ കാരണം ആ അമ്മയ്ക്കൊരു നഷ്ടം, അതെനിക്ക് സഹിക്കില്ല. ഇപ്പോൾ തന്നെ അവർ നന്നായി എന്നെ ശപിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് വയ്യ. അഭിറാമിൽ നിന്ന് ഞാൻ എങ്ങും പോവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയാവാൻ ഞാൻ തയ്യാറാണ്. അവനെ വെറുതെ വിടണം പ്ലീസ്. ഞാൻ വേണേൽ ഈ കാലു പിടിക്കാം. കരഞ്ഞുകൊണ്ട് താഴെയിരുന്ന അവളെ അഭി പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ എന്നിൽ നിന്ന് എങ്ങും പോവരുത്, അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് ബുദ്ധിമുട്ടി എൻ്റെ ഭാര്യയാവണ്ട. നിനക്കെന്ന് സ്വയം എന്നെ സ്നേഹിക്കാൻ പറ്റുന്നു അന്ന് മതി. അതിന് എത്ര വർഷം കഴിഞ്ഞാലും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കലങ്ങി തെളിയാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. എന്താണെന്ന് മട്ടിൽ ലക്ഷ്മി അഭിയെ നോക്കി. അതിപ്പോൾ ലക്ഷ്മി അറിയാൻ സമയമായില്ല. ചിലപ്പോൾ അറിഞ്ഞ് വിശ്വസിക്കുകയുമില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്, പോയി കിടന്നോ, എനിക്കിത്തിരി പണിയുണ്ട്. നാളെ കൂടി ഡാഡി പറഞ്ഞ പണി ചെയ്തില്ല എങ്കിലെന്താ അഭിറാം? അതോ ഭാര്യയുണ്ടെന്നോ കെട്ടിയതാണോന്നോ എന്നൊന്നും നോക്കില്ല, നല്ലത് കേൾക്കണം. എന്തിനാ വെറുതെ ഈ പ്രായത്തിൽ പുള്ളിയെ ഇട്ട് തൊണ്ട കീറിക്കുന്നേ? അതാണോ? അല്ലാതെ അഭിറാമിന് വഴക്ക് കേൾക്കാൻ മടിയായിട്ടല്ല. എന്തിന്? എത്ര കാലമായി കേൾക്കുന്നു. ഇപ്പോൾ ഡാഡി ബിസിനസ് ആവശ്യത്തിന് വിദേശത്ത് പോയാൽ അമ്മയ്ക്ക് പോലും എൻ്റെ ചെവിയുടെ അത്ര മിസ് ചെയ്യില്ല. അത് ശീലമായി. അപ്പോൾ പോയി കിടന്നു. ലാപ്ടോപ്പ് എടുത്ത് മടിയിൽ വെച്ച് സോഫയിലിരുന്ന അഭിയെ ലക്ഷ്മി നോക്കി. അഭിറാം, നിങ്ങൾ ഓരോ നിമിഷവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇന്നലെ രാത്രി നിങ്ങളിലെ പുരുഷനെ ഏറെ പേടിയോടെയാണ് കണ്ടത്. പക്ഷേ ഈ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. ബെഡിലൊരു പേടിയുമില്ലാതെ ഉറങ്ങാനായി ലക്ഷ്മി തൻ്റെ കണ്ണുകൾ അടച്ചു. അഭിറാം, ടീ. തൻ്റെ മുന്നിൽ കപ്പുമായി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് അഭിയൊന്ന് ചിരിച്ചു. ഗുഡ് മോർണിംഗ് സ്വീറ്റ് ഹാർട്ട്. എന്താ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ടീ? ഇന്നലത്തെ പോലെ ടേബിളിൽ വെക്കുന്നില്ലേ? കയ്യിൽ വേണ്ടായെങ്കിൽ ഞാൻ അങ്ങോട്ട് വയ്ക്കാം. അയ്യോ വേണ്ട വേണ്ട, അടിയൻ കയ്യിൽ സ്വീകരിച്ചോളാം. അപ്പോഴാണ് അഭിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയുടെ ലോക്കറ്റ് തൻ്റെ പേരാണെന്ന് അവളെ കണ്ടത്. ആ നെഞ്ചിൽ പറ്റിക്കിടന്ന ലോക്കറ്റ് കൗതുകത്തോടെ ലക്ഷ്മി നോക്കി നിന്നു. എൻ്റെ ബോഡി ട്രോളാനുള്ള നിൽപ്പാണോ? എന്താ അഭിറാം, ഇന്നലെ ഒരേതോ പരസ്യത്തിലെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ഇന്നുണ്ടോ എന്ന്? ഏതോ പരസ്യമല്ല, ന്യൂ രാജസ്ഥാൻ മാർബിളിൻ്റെ. അതെന്തോ ആയിക്കോട്ടെ, നീ വേണേലേ എന്നെ 2 തല്ലിക്കോ ലക്ഷ്മി. എങ്കിലും എൻ്റെ ബോഡിയൊന്നും പറയരുത് പ്ലീസ്. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഇതൊന്നും ഇങ്ങനെ ആക്കിയെടുത്തത്. സോറി അഭിറാം. അഭിറാം, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്താ ലക്ഷ്മി? അത് രാഹുലിനെ വിടുന്നത് ഇത്ര ദിവസമായില്ലേ? വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലക്ഷ്മി, എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? അങ്ങനെ ചോദിച്ചാൽ ഇനി മുതൽ രാഹുലിനെ കാണാനോ സംസാരിക്കാനോ ലക്ഷ്മി ശ്രമിക്കരുത്. അഭിറാമിന് എന്നെ വിശ്വാസമില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഭാര്യയായി ജീവിക്കാൻ സമ്മതമാണെന്ന്. അങ്ങനെ ഒരു തീരുമാനം ഞാൻ മനസ്സിലെടുത്തപ്പോൾ തൊട്ട് രാഹുൽ എനിക്ക് അന്യപുരുഷനാണ്. പിന്നെ അവൻ്റെ ജീവൻ, അതിൻ്റെ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷ്മി, ഇത് വിശ്വാസക്കുറവൊന്നുമല്ല. അങ്ങനെയെങ്ങാനും നീ എന്നെ വിട്ടുപോയാൽ ഇന്നലെ കണ്ടതിലും ദയനീയമാവും എൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. അത്രയും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ വാക്ക് തരാം, പക്ഷേ കുറച്ച് സമയം എനിക്ക് തരണം. എന്നെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ചു സ്നേഹിക്കാൻ ഞാൻ ശ്രമിക്കാം.
അഭിറാം ലക്ഷ്മിയുടെ അടുത്ത് വന്ന് അവളുടെ കൈയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് കൂട്ടിപ്പിടിച്ചു. കൈ വലിക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ ലക്ഷ്മി ഒന്ന് പതറി. നിന്നെ ഏതു നേരവും ഇങ്ങനെ ചേർത്ത് പിടിക്കാനാണ് ലക്ഷ്മി എൻ്റെ ആഗ്രഹം. അവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ ലക്ഷ്മിയുടെ കയ്യിൽ അമർന്നു. എന്തോ ഒരു തരിപ്പ് തൻ്റെ ശരീരത്തിൽ വ്യാപിക്കുന്നത് അറിഞ്ഞ് ലക്ഷ്മി പകച്ചു നിന്നു. അഭിയേട്ട എന്ന ആമിയുടെ വിളിയിൽ ഞെട്ടി അഭി ലക്ഷ്മിയുടെ കൈവിട്ടു. എന്തിനാ ആമി നീ ഇങ്ങനെ രാവിലെ വിളിച്ചു പോകുന്നേ? ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആമി. ആമി ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറയാനാണ് രാവിലെ നീ വിളിച്ചു കൂവിയത്? ഒരു വിധത്തിലും മനുഷ്യൻ്റെ വഞ്ചി കരക്കടക്കാൻ സമ്മതിക്കരുത്, കേട്ടല്ലോ? കേട്ടോ ചേച്ചി, അഭിയേട്ടനിപ്പോൾ എന്നോടൊരു സ്നേഹവും ഇല്ല. എൻ്റെ പൊന്നാമി, നീ സെൻറ്റി അടിക്കാതെ വന്ന കാര്യം പറ. അതോ എനിക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തു തരുമോ? എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് സമയം തന്നെ വന്ന് നീ കുളമാക്കിയതും പോരാ, ഇനി നിൻ്റെ ഞാൻ സോൾവ് ചെയ്യണോ? നീ എന്തിനാ അവനോട് വഴക്കിടാൻ പോയത്? ആരോട്? അഭിയേട്ടൻ എന്താ ഈ പറയുന്നത്? റിലേ മൊത്തം പോയോ? കല്യാണം വരെ ഒരു കുഴപ്പമില്ലാഞ്ഞ മനുഷ്യനാ. നീ സഞ്ജുവിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? അല്ല, ഈ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ഒന്ന് ചെയ്തതാ. തൻ്റെ നേരെ ബുക്ക് നീട്ടിപ്പിടിച്ച് ആമിയെ നോക്കുന്ന അഭിയെ കണ്ട് ലക്ഷ്മിക്ക് ചിരി വന്നു. ഈ പ്രോബ്ലം ഇത് ഞാൻ സോൾവ് ചെയ്യാനാണെങ്കിൽ നീ എന്തിനാ കോളേജിൽ പോകുന്നത്? ഞാൻ പോയാൽ പോരെ? അഭിയേട്ട പ്ലീസ്, ഏട്ടനെ കൊണ്ട് ഇത് പറ്റൂ. ആമി, ചേട്ടൻ രാവിലെ ഒന്ന് കുളിച്ച് അത്രയ്ക്കങ്ങ് സോപ്പിടല്ലേ. വാ വന്നിരിക്ക്, ഞാൻ നോക്കാം. റൂമിൽ നിന്ന് പോരുമ്പോൾ ലക്ഷ്മി അഭിയുടെ ചുണ്ട് പതിഞ്ഞ തൻ്റെ കയ്യിൽ നോക്കി. നേരത്തെ ആയിരുന്നുവെങ്കിൽ താനെങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ഇപ്പോൾ എന്താ തനിക്ക് സംഭവിക്കുന്നത്? ഇതാണോ പ്രണയം അല്ലെങ്കിൽ സ്നേഹം? അപ്പോൾ ഇത്ര നാളും തനിക്ക് രാഹുലിനോടുണ്ടായിരുന്നത് എന്താണ്? അവളുടെ മനസ്സിൽ കൂടി അനവധി ചോദ്യങ്ങൾ കടന്നുപോയി. അകത്തേക്ക് വന്ന അഭിയെ കണ്ട് രാഹുൽ ദേഷ്യം കൊണ്ട് തൻ്റെ കൈമുഷ്ടി ചുരുട്ടി. ഇന്ന് തൊട്ട് നീ സ്വതന്ത്രനാണ് രാഹുൽ. ഇവിടെ നിന്ന് പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ കണ്ണുകൾ നിന്റെ പുറകെയുണ്ട്. ആക്സിഡൻറ്റ് നിനക്ക് ഹോബിയാണല്ലോ. ഇനി നിനക്ക് എന്ത് പകയുണ്ടേലും അത് എന്നോട് നേരിട്ടാവാം. അഭിയുടെ മാലയിൽ കണ്ട ലക്ഷ്മി എന്ന പേരിൽ കത്തുന്ന പകയോടെ രാഹുൽ നോക്കി. അത് മനസ്സിലാക്കി അഭിയാൻ്റെ അടുത്തേക്ക് ചെന്നു. രാഹുൽ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അന്ന് നടന്നത്. ലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല. മതി അഭിറാം, നീ എന്താ നിന്റെ ഭാര്യയെ ന്യായീകരിക്കുക? എത്ര ന്യായീകരിച്ചാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവളാണ്. ഇപ്പം നീയും. നിന്റെ മുന്നിൽ വന്ന് എൻ്റെ പെണ്ണ് പാവമാണ്, അവളെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ഞാൻ കൊഞ്ചില്ല. ഇപ്പോഴും ഞാൻ നിന്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കുന്നു. കാരണം ഞാനും എൻ്റെ പെങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നൊരു സഹോദരനാണ്. എന്ന് വെച്ച് നിന്റെ പക തീർക്കാൻ എൻ്റെ പെണ്ണിനെ നിന്റെ മുന്നിലിട്ടു തരുമെന്ന് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. ഇനി നിനക്കാരെങ്കിലും കൊല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നെഞ്ചത്താവണം. അല്ലാതെ എനിക്ക് ചുറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ദേഹത്ത് നിന്നെങ്കിലും ചോര പൊടിഞ്ഞ, പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ. കേട്ടല്ലോ? അഭിറാം, എല്ലാം നേടിയെന്ന് വിചാരിച്ച് നിന്റെ ഈ വിജയശ്ശിരി ഉണ്ടല്ലോ, അത് ഒത്തിരി കാലം നിന്റെ മുഖത്ത് കാണില്ല. നീ സ്വപ്നം കാണുന്ന നിന്റെ ജീവിതമുണ്ടല്ലോ, അത് നടക്കാനും പോണില്ല. നോക്കാം രാഹുൽ, ഞാൻ സ്വപ്നം കണ്ട എൻ്റെ ജീവിതം ലക്ഷ്മിക്കൊപ്പം തന്നെ ഞാൻ ജീവിച്ച് തീർക്കും, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ. അപ്പം ഞാൻ പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ കാണണം, അല്ലേ വല്ലാത്ത സങ്കടമാണ്. നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? അല്ല, എടുത്ത സാധനം തിരിച്ചു കൊണ്ടുവയ്ക്കുന്ന ഒരു രീതിയില്ലേ, അതാ ഉദ്ദേശിച്ചത്. എനിക്ക് നിൻ്റെ ഒരു സഹായവും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അപ്പം പിന്നെ വീണ്ടും കാണുന്നത് നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. കയ്യിലിരിപ്പിന് ചോദിച്ച് വാങ്ങിയതായെങ്കിലും ദേഹം നോവിച്ചതിന് സോറി. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഞാൻ പറഞ്ഞ രഹസ്യം മറന്നു പോവരുത്. അപ്പം ശരി. അഭിറാം, ഇവനെ എങ്ങനെയാണ് വീഴ്ത്തുക? ആന എത്ര ശക്തനാണെങ്കിലും ഒരു ഉറുമ്പ് മതി അതിന് ഭ്രാന്ത് പിടിക്കാൻ. ഇനി അവനെതിരെയുള്ള ഓരോ ചുവടും കരുതലോടെ വേണം. എന്തൊക്കെയോ മനസ്സിൽ കരുതി രാഹുൽ നിന്നു. മോൻ കെട്ടിക്കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞാണോ മരുമോളുടെ മുടി വിഗാണോ എന്ന് നോക്കുന്നത്? ഇതൊക്കെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ നോക്കണം. ലക്ഷ്മിയുടെ മുടി ചീകിക്കൊണ്ടിരുന്ന രാജ ആമയുടെ സംസാരം കേട്ട് തിരിഞ്ഞു നിന്നു. പോടി കുശുമ്പി, ഞാൻ മോളുടെ മുടി ഒന്ന് ചീവി കൊടുത്താ? ചുമ്മാതെയാണ് ചേച്ചി, ഇത് വിഗാണോ എന്നറിയാൻ തന്നെയാണ്. ഇന്നലെ വരെ ചേച്ചി മുടി ചീവാതെ ആയിരുന്നല്ലോ. എൻ്റെ മോളെ, ഈ കുശുമ്പ് ഇവളുടെ കൂടെ പിറപ്പാ. ആ ചെറുക്കനെങ്ങാനും വന്നൊന്ന് മടിയിൽ കിടന്നാ തീർന്നു. പിന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നവരെ ഇവൾ സ്വസ്ഥത കൊടുക്കില്ല. അതമ്മ അഭിയേട്ടനെയാണ് കൂടുതൽ സ്നേഹിക്കുക. അപ്പം എൻ്റെ സ്വഭാവം മാറും. ഇതെല്ലാം കേട്ട് ലക്ഷ്മി ചിരിച്ചു.
തൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത പുതിയ അനുഭവങ്ങൾ കൊടുത്ത സന്തോഷം ആ മുഖത്ത് നല്ലതുപോലെ തെളിഞ്ഞു നിന്നു.